വെൽക്കം ബാക്ക് ടു DotGreen. മൂന്നാറിൽ കുറച്ച് റിമോട്ടായിട്ടുള്ള ഒരു സ്ഥലത്ത് ഇത്തിരി അകത്തേക്ക് മാറിയിട്ട് കാട്ടിനകത്തൊരു വളരെ ബഡ്ജറ്റായിട്ടുള്ളൊരു സ്റ്റേ. അപ്പം അതാണ് ട്രാവലോഡ്ജ് ഹോസ്റ്റൽ ആൻഡ് കഫേ. അപ്പോൾ നമ്മൾ ഇതിനെക്കുറിച്ചുള്ളൊരു വീഡിയോ തൊട്ട് മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാൽ ആ വീഡിയോയിൽ ചെറിയ ടെക്നിക്കൽ ഇഷ്യൂ കാരണം വീഡിയോ മൊത്തമായിട്ട് അപ്ലോഡ് ആയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതിൻ്റെ ബാക്കി ഭാഗമാണ് നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. അതുപോലെ തന്നെ ഈ ട്രാവലോഡ്ജ് ബുക്ക് ചെയ്യാനുള്ള കോൺടാക്ട് നമ്പറും അവിടുത്തെ ലൊക്കേഷൻ ഡീറ്റെയിൽസും വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. അപ്പോൾ ഫസ്റ്റ് വീഡിയോ പോയി കണ്ടിട്ട് വരികയാണെങ്കിൽ എന്നിട്ട് ഈ വീഡിയോ കാണാൻ കുറച്ചുകൂടെ കണ്ടിന്യൂറ്റി കിട്ടും. നമ്മൾ രാവിലെ എഴുന്നേറ്റിട്ടേ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിഞ്ഞ് ഇനി നമ്മളിവിടുത്തെ സ്ലൈഡിങ് വാട്ടർഫാളിലേക്ക് പോകണം കേട്ടോ. അപ്പം വെള്ളം എന്തോരമുണ്ടെന്ന് അറിയത്തില്ല, നമുക്കൊന്ന് പോയി നോക്കാം. അപ്പോൾ അതാണ് ഇവിടുത്തെ വേറൊരു ഹൈലൈറ്റ് കേട്ടോ. ഈ കാടിനടുക്കുള്ള സ്റ്റേ കൂടാതെ നമുക്കിവിടെ ഒരു അടിപൊളി വെള്ളച്ചാട്ടം കൂടിയുണ്ട്. അപ്പോൾ അതും കൂടെ പോയി കണ്ടിട്ട് വരാം. ഉണ്ട് നമ്മൾ നമ്മുടെ താമസിക്കുന്ന ടെൻറ്റ് സ്റ്റേയുടെ ഒക്കെ ഇവിടുന്ന് കുറച്ചും കൊണ്ട് ഒരു 50-100 മീറ്ററേ ഉള്ളൂ വെള്ളച്ചാട്ടത്തിലേക്ക്. വെള്ളച്ചാട്ടത്തിലേക്ക് പോകുന്ന വഴിയാണിത്. നമ്മൾ നടന്ന് നമ്മുടെ സ്ലൈഡിങ് വാട്ടർഫാളിൻ്റെ അവിടെ എത്തി കേട്ടോ. ഇപ്പം മഴക്കാലത്ത് നല്ല വെള്ളമായിരിക്കും അല്ലേ? അതുണ്ടോ, ഇപ്പോൾ തന്നെ അത്യാവശ്യം വെള്ളമുണ്ട്. അപ്പം നമുക്ക് സ്ലൈഡ് ചെയ്യാനുള്ള വെള്ളമുണ്ട് കേട്ടോ. നമ്മുടെ കൂടെ വന്ന ആൾക്കാരെയൊക്കെ ഒന്ന് പരിചയപ്പെടണ്ടേ? സാറേ ഒരു ഹായ് പറഞ്ഞേ. അപ്പോൾ ഇത് സാബു സാറ്, പിന്നെ നമ്മളിവിടെ ഉള്ളത് ഇതേ ശ്യാമും സാബു സാറൊക്കെ നമ്മുടെ പണ്ടത്തെ നെയ്യാണ്ടിമേട്ട് വീഡിയോ ഓൾറെഡി ഉണ്ട് കേട്ടോ. പിന്നെ ഇത് മിഥുനാണ് ഈ പ്രോപ്പർട്ടിയുടെ ആൾ. നമ്മളിന്ന് ലേ വൈൽഡ് ഗൗറിൽ പോയപ്പോൾ ആശാനെ പരിചയപ്പെട്ടിരുന്നു തോന്നുന്നല്ലേ? അല്ലേ? ഓ എന്നാ ആംബിയൻസ് ഒന്ന് നോക്കിയേ. കാടിനടുക്ക് ഒരു അടിപൊളി വെള്ളച്ചാട്ടം. തണുപ്പെന്ന് പറഞ്ഞുണ്ടല്ലോ, മരം കോച്ചുന്ന തണുപ്പെന്നൊക്കെ പറഞ്ഞിട്ടില്ലേ, അതാണ് സാധനം കേട്ടോ. വെള്ളത്തിൽ തൊടാൻ തന്നെ എനിക്ക് പറ്റുന്നില്ല. അതായത് പോയിട്ട് വെള്ളത്തിൽ ചാടിയിരിക്കുന്നു ശ്യാമും സാറും കൂടെ. ഇതുണ്ട്, ഇതിൻ്റെ മുകളിലേക്ക് നല്ല വലിയൊരു മലയാണ്, ഒരൊറ്റ പാറയാണ്. അതിന് താഴെ അങ്ങ് മണ്ടയിൽ നിന്ന് ഒലിച്ചു വരുന്ന വെള്ളം കേട്ടോ. അതിന് മേളിൽ ചെറുതായിട്ട് വൈറ്റ് നിറത്തിൽ കാണാം, ഏറ്റവും ടോപ്പിൽ അവിടുന്ന് വരുന്നതാണേ. ഇത് ശരിക്കും പറഞ്ഞാൽ നല്ല നീളമുണ്ട്. നമുക്ക് കട്ട ധൈര്യമുള്ള ആൾക്കാർക്ക് ഏറ്റവും മുകളിൽ നിന്ന് ഇങ്ങോട്ടേക്ക് സ്ലൈഡ് ചെയ്ത് പോരാം കേട്ടോ. മുകളിൽ നിന്ന് താഴെ വരെ സ്ലൈഡ് ചെയ്യാം. സ്ലൈഡ് ചെയ്ത് തുടങ്ങിയാൽ പിന്നെ നമുക്ക് കൺട്രോൾ കാണിയല്ല, ഫുള്ള് പായലാണ്, തെന്നി ഇങ്ങ് പോരുള്ളൂ. യെസ്, ദേ വരുന്നു. അടിപൊളി അടിപൊളി. നോക്കിയേ, നമ്മളാ ഇപ്പോൾ ഇറങ്ങി കുളിച്ച വെള്ളച്ചാട്ടമില്ല, അതിന് താഴേക്കുള്ളൊരു വെള്ളച്ചാട്ടമാണേ. ഇപ്പം വെള്ളം കുറവാണ്, പക്ഷേ മഴക്കാലത്ത് ഇത് അതിഭീകര വെള്ളച്ചാട്ടം ആയിരിക്കാനുള്ള സാധ്യത ഉണ്ട് കേട്ടോ. കാരണം താഴേക്ക് വലിയ കുഴിയാണ്. അപ്പോൾ ഇവിടുന്ന് ഇത്രയും ഹൈറ്റിൽ നിന്നാണ് വെള്ളം ചാടുന്നത്. ഓ അടിപൊളി സ്ഥലം. ഇവിടുത്തെ ഷെഫും മാനേജറുമാണ് കേട്ടോ, ഉണ്ണി. അപ്പം പുള്ളിയാണ് കേട്ടോ ഈ സാധനം. ഇതുണ്ടോ ഒരു സാധനത്തിനെ കണ്ടോ, കരിമ്പുല്ലി അല്ല കേട്ടോ, പിറ്റ്ബുൾ അല്ലേ, പിറ്റ്ബുൾ. ഉണ്ട്, അത് ഞാൻ മുകളിൽ നിന്ന് കാണിച്ചു തന്നില്ലായിരുന്നോ? നമ്മുടെ ഏറ്റവും താഴെയായിട്ടുള്ള പിന്നെ എന്നാ പറയണ്ടേ, ഇതാണ് പിന്നെ ക്യാമ്പ് ഫയറിൻ്റെ ഇടുന്ന ഷെഡാണ് കേട്ടോ. എനിക്ക് ഇഷ്ടം പോലെ ഒരുപാട് പേർക്ക് ഇരിക്കാനുള്ളൊരു സ്ഥലമുണ്ട്, സൗകര്യമുണ്ട്. അതുപോലെ എന്താ അടുക്ക് ക്യാമ്പ് ഫയർ. ഇവിടെ കുറേ നേരം വന്ന് വർത്താനം പറഞ്ഞിരിക്കാനും അല്ലെങ്കിൽ കമ്പനി ഒക്കെ ആണെങ്കിൽ എല്ലാവർക്കും കൂടെ ഒരുമിച്ചിരിക്കാനും ഒക്കെ ആയിട്ടുള്ളൊരു സെറ്റപ്പ് ആയിട്ടുണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. ഇതാണ് ഇതിൻ്റെ ഏറ്റവും താഴെയുള്ളത്. ഇതിന് താഴേക്ക് വേറെ ഒന്നുമില്ല. അപ്പോൾ ബാക്കിയുള്ള ഈ സ്റ്റേ എല്ലാം തമ്മിലേ, ഈ ടെൻ്റ് ആണെങ്കിലും അത് ഇതാണെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം ഗ്യാപ്പും ഡിസ്റ്റൻസും ഒക്കെ ഉണ്ട്. അതുകൊണ്ട് പല ഗ്രൂപ്പുകൾ വന്നാലും അവർ തമ്മിൽ പ്രൈവസി പ്രശ്നങ്ങളൊന്നും വലിയ കാര്യമായിട്ട് വരാറില്ല കേട്ടോ. കാരണം ക്യാമ്പ് ഫയർ ആണെങ്കിലും എല്ലാവർക്കും സെപ്പറേറ്റ് ഓരോ ഗ്രൂപ്പിന് മാറി മാറി ഓരോരോ സ്ഥലത്താണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. വലിയ ഗ്രൂപ്പിലാണെങ്കിൽ ഇവിടെ നമ്മളിപ്പോൾ കണ്ടെടുത്ത് അല്ലെങ്കിൽ അവരവരുടെ ടെൻറ്റിനോടൊക്കെ ചേർന്നാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. ഞാൻ ഇന്നലെ രാത്രി കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നില്ലേ. അപ്പം ശരി, അടുത്തൊരു തവണ കാണാം. അടുത്ത പ്രോപ്പർട്ടി എക്സ്റ്റെൻഡ് ചെയ്യുമ്പോൾ ഞങ്ങൾ വീണ്ടും വരാം. പോയിട്ട് വരും. ഓക്കെ ഓക്കെ മാഷേ, ബൈ ബൈ. നമുക്ക് പോകാനുള്ള വണ്ടി റെഡിയാണേ. നല്ല തിരിച്ച് അതേ ഇങ്ങോട്ട് വന്ന അതേ ഓഫ് റോഡ്, ഹെവി ഓഫ് റോഡ് നമുക്ക് തിരിച്ച് പോകുന്ന വഴിക്കും അല്ലേ? റെഡിയാണോ? അപ്പോൾ ഇവിടുത്തെ റേറ്റ് എന്ന് പറയുന്നത് 650 രൂപയാണ് പെർ ഹെഡ് വരുന്നത്. 650
പെർ ഹെഡ്. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനകത്ത് ഓഫ് റോഡ് ഇൻക്ലൂഡഡ് അല്ല. ഈ 1 കിലോമീറ്റർ ഒന്നെങ്കിൽ നിങ്ങൾക്ക് നടന്നു വരാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് വണ്ടി എക്സ്ട്രാ വേണേൽ ഇവർ പറഞ്ഞു കഴിഞ്ഞാൽ അറേഞ്ച് ചെയ്ത് തരും. പിന്നെ അതുപോലെ ഫുഡും ഈ 650 രൂപ പെർ ഹെഡിനകത്തില്ല. ഇവിടെ ഈ സ്റ്റേയും വെള്ളച്ചാട്ടത്തിലെ ചാട്ടവും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയാണ്. പിന്നെയുള്ള പാക്കേജ് ഫുഡ് ഇൻക്ലൂഡഡ് ആയിട്ടുള്ള പാക്കേജ്. അതായത് ഈ 650 രൂപയുടെ കൂടെ ഫുഡ് ഇൻക്ലൂഡഡ് ആയിട്ട് വരുന്ന പാക്കേജാണ് പെർ ഹെഡ് 1200 കേട്ടോ. അതും ടെൻറ്റ് സ്റ്റേ ആണ്. അതുപോലെ നമുക്ക് ഓഫ് റോഡ് അതിനകത്ത് ഇൻക്ലൂഡഡ് അല്ല. അപ്പം അങ്ങനെ ഒരു പാക്കേജും അവൈലബിൾ ആണ്. അപ്പോൾ അതിനകത്തെല്ലാം ഈ പറഞ്ഞ പോലെ ക്യാമ്പ് ഫയറും കാര്യങ്ങളും ഒക്കെ അതിൻ്റെ കൂടെ ഉണ്ട്. അപ്പം മിനിമം ആളിത്ര അങ്ങനത്തെ ഇതൊന്നുമില്ല, ഒരാൾക്ക് വേണമെങ്കിലും വരാം കേട്ടോ. പിന്നെ ഓഫ് റോഡ് വേണമെങ്കിൽ വിളിച്ച് പറയുകയാണെങ്കിൽ ഓഫ് റോഡ് ജീപ്പിന് ചാർജ് ചെയ്യുന്നത് 1000 രൂപയാണ് കേട്ടോ. അത് 5 പേർക്ക് വരെ പറ്റും. അതുകൊണ്ട് അങ്ങനെയാണ് ഓഫ് റോഡിൻ്റെ ചാർജ്. വേണമെങ്കിൽ ഉപയോഗിക്കാം. 1 കിലോമീറ്റർ ഉള്ളൂ, നടക്കാൻ പറ്റുന്നവർക്ക് നടന്നു വരാനുള്ള ദൂരമേ ഉള്ളൂ, 1 കിലോമീറ്ററേ ഉള്ളൂ കേട്ടോ. പിന്നെയുള്ളത് നമ്മുടെ മഡ് ഹൗസാണ്. അപ്പോൾ മഡ് ഹൗസിന് ചാർജ് വരുന്നത് ഒരു 4500 5000 രൂപയോളം വരും. പക്ഷേ അപ്പോൾ അതിനകത്തേക്ക് 5000 രൂപയ്ക്ക് 2 പേർക്കാണ്. 2 പേർക്ക് അതിനകത്ത് താമസിക്കാം, അല്ലെങ്കിൽ ഒരു ഫാമിലിക്ക് താമസിക്കാം. പിന്നെ ഫുഡ് ഇൻക്ലൂഡഡ് ആണ്. അതുപോലെ ഓഫ് റോഡ് ജീപ്പ് പിക്കപ്പ് ആൻഡ് ഡ്രോപ്പ് ഒക്കെ ഇൻക്ലൂഡഡ് ആണ് കേട്ടോ. അപ്പം അത് അങ്ങനെ ഫാമിലിയായിട്ട് വരുന്ന ആൾക്കാരെ ഉദ്ദേശിച്ചാണ് ശരിക്കും പറഞ്ഞാൽ മഡ് ഹൗസ് ഉള്ളത്. എനിക്ക് അന്യായ ഓഫ് റോഡാണ് കേട്ടോ. അപ്പം ഇതൊക്കെയാണ് ഇതിലേ വരുന്ന വഴികൾ. ഇതുണ്ടോ, ഫുള്ള് കല്ലും അതുപോലെ തെന്നുന്ന സ്ഥലവും. മഴയാണെങ്കിൽ നല്ല തെന്നലുണ്ടാവും കേട്ടോ. അങ്ങനത്തെ ഭയങ്കര ഹെവി ഓഫ് റോഡ് ഉണ്ട്. ഈ പാറയുടെ മേളിൽ കൂടെയൊക്കെയാണ് കയറി ഇറങ്ങി പോകുന്നത്. നല്ല അതുകൊണ്ട് അത്ര ഓഫ് റോഡ് എടുത്ത് പരിചയമുള്ള ആൾക്കാർ മാത്രമേ തന്നെ സ്വന്തം വണ്ടിയും കൊണ്ട് ട്രൈ ചെയ്യാൻ പാടുള്ളൂ. ബൈക്കൊക്കെ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പം ബൈക്കൊക്കെ പൊളിയും കേട്ടോ. ബൈക്ക് കൊണ്ട് ആൾക്കാർ വരാറുണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിലിടുക. ഇതൊരു അടിപൊളി ഫോറസ്റ്റ് ആണ് കേട്ടോ. അതായത് ശരിക്കും പറഞ്ഞാൽ വൈൽഡ് ലൈഫ് സൈറ്റിങ്സും ഒക്കെ അങ്ങനെ കാര്യമായിട്ടൊന്നും കിട്ടാറില്ല. വല്ലപ്പോഴും ആന വരാറുണ്ട്, പക്ഷേ അത് വളരെ റെയറാണ്. അങ്ങനെ സൈറ്റിങ്സ് ഒന്നും കിട്ടത്തില്ല. പക്ഷേ നല്ല കാടിൻ്റെ ഒരു കിടലൻ ആംബിയൻസ്, നല്ല ഹെവി ഓഫ് റോഡ്, വെള്ളച്ചാട്ടം, അങ്ങനെ എന്നാ പറയണ്ടേ, ഒരു പക്ക അടിച്ചുപൊളി സ്ഥലം. അപ്പോൾ ഇതുപോലത്തെ ഒരുപാട് വീഡിയോസ് നമ്മുടെ ചാനലുണ്ട്. ഇനിയും ഇതുപോലെ ഒരുപാട് വീഡിയോസ് വരാനുണ്ട് കേട്ടോ. അപ്പം വൈൽഡ് ലൈഫ് ട്രെക്കിങ്, അല്ലെങ്കിൽ ഫോറസ്റ്റ് സ്റ്റേസ്, അല്ലെങ്കിൽ ഇതുപോലത്തെ നല്ല ആംബിയൻസിലുള്ള സ്റ്റേകളും കാര്യങ്ങളൊക്കെ ഒരുപാട് ചാനലിലുണ്ട്. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.